ബൈബിൾ തുറക്കാം. 1 സാമുവേൽ അധ്യായം 13. 1 സാമുവേൽ അധ്യായം 13 വാക്യം 14. 1 സാമുവേൽ അധ്യായം 13 വാക്യം 14. കിട്ടിയവർ ഉച്ചത്തി വായിക്കാം. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായ്കയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വായിക്കാം. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായ്കയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുകയാണ്, തൻ്റെ ഹിത അനുവർത്തിയായ ഒരാളെ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട് എന്നാണ്. എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാൾ എന്ന് പറയാമോ? എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാൾ ആരായിരുന്നു അത്? അതാണ് ദാവീദ്. നമ്മളിന്ന് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ബൈബിൾ ദാവീദിനെ തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ആൾ എന്ന് ദൈവം വിളിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാകാൻ ഈ മനുഷ്യനെ സഹായിച്ച കാര്യം? ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാക്കിയത് എന്തൊക്കെയാണ്? പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് സാവൂളിനെ തിരസ്കരിക്കുമ്പോഴാണ്. ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവരോട് അനേകയാവർത്തി പറഞ്ഞിരുന്നൊരു കാര്യം, ഞാനാണ് നിങ്ങളുടെ രാജാവ്. ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നത്, യഹോവയാണ് ഇസ്രായേലിൻ്റെ രാജാവ്. തൻ്റെ ജനത്തെ ഭരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ നിങ്ങൾക്ക് ഒരു രാജാവിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളെ ഭരിക്കുന്നത് യഹോവയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത ദശാംശം കൊടുത്തിരുന്നത് ദൈവം അവരുടെ രാജാവാണ് എന്നതിൻ്റെ പരോക്ഷമായ പ്രഖ്യാപനമായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇസ്രായേൽ ജനത പഴയ നിയമത്തിൽ ദശാംശം കൊടുത്തിരുന്നത് ദേവാലയത്തിലേക്ക് 10 തങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ എല്ലാം 10 കൊടുത്തിരുന്നതിൻ്റെ കാരണം രാജാവിനാണ് ജനം ദശാംശം കൊടുക്കുന്നത്. അപ്പോൾ ദശാംശം കൊടുക്കുന്നതിൻ്റെ പിന്നിലെ തിയോളജി, ദൈവശാസ്ത്രം, ദൈവം അവരുടെ രാജാവാണ് എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ചരിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം എത്തുന്നു. സാഹചര്യം ഇതാണ്: ന്യായാധിപന്മാരുടെ കാലം എത്തുമ്പോഴേക്കും ജനത അടിമുടി നശിച്ചു. അടിമുടി നശിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും നശിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുന്നത് ഒത്നിയേൽ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ഒത്നിയേൽ എന്താണത്? ഒത്നിയേൽ. അപ്പോൾ ഈ ഒത്നിയേൽ എന്ന് പറയുന്ന ന്യായാധിപൻ നല്ലവനായിരുന്നു. പിന്നീട് ദബോറ. പിന്നെ ന്യായാധിപന്മാരുടെ ചരിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ ന്യായാധിപൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേലിലെ ന്യായാധിപന്മാരും ജനവും പതുക്കെ ഒരു മോറൽ ഡീഗ്രഡേഷന്, ധാർമ്മിക അപജയത്തിന് വിധേയരായിക്കൊണ്ടിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അവസാനത്തെ ന്യായാധിപനാണ് ആര്? സാംസൺ. സാംസന്റെ ചരിത്രം എത്തുമ്പോഴേക്കും ന്യായാധിപന്മാരുടെ ചരിത്രം അപ്പാടെ അധപതിച്ച ജനത്തിൻ്റെ ചരിത്രമായിട്ട് മാറി. സാംസൺ എല്ലാ അർത്ഥത്തിലും വഴിപിഴച്ച ഒരാളായിരുന്നു. അയാളുടെ മകനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പറയുന്നുണ്ട്. ആ മകൻ്റെ കാലം എത്തുമ്പോഴേക്കും ഇസ്രായേൽ മുഴുവൻ വിഗ്രഹാരാധനയുടെ സ്ഥലമായിട്ട് മാറി.
ഇങ്ങനെ ന്യായാധിപന്മാരുടെ കാലം മുഴുവൻ ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലും ദുഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വളരെ പ്രമാദമായ വാചകം പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ വാചകം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസാണ്. ആ ചരിത്രത്തെ മുഴുവൻ സമാഹരിക്കാൻ, സമ്മറൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വാക്യം. ന്യായാധിപന്മാർ 21-25. ന്യായാധിപന്മാർ 21-25 വായിക്കാം. ഉറക്കെ വായിക്കുക. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? അക്കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഇല്ലായിരുന്നു. ഓരോരുത്തനും തനിക്ക് യുക്തമെന്ന് തോന്നുന്ന വിധത്തിൽ തോന്നിയത് ചെയ്തിരുന്നു. ഇതായിരുന്നു നാടിൻ്റെ അവസ്ഥ. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം എത്തുമ്പോഴേക്കും ബൈബിൾ പറയുകയാണ്, ഓരോരുത്തനും അവനവന് തോന്നിയതുപോലെ ജീവിച്ചൊരു കാലം. എന്താണതിന് കാരണം? രാജാവില്ലായിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കണം, രാജാവില്ലായിരുന്നോ? രാജാവുണ്ടായിരുന്നു. ആരാണ് രാജാവ്? യഹോവയാണ് രാജാവ്, ദൈവമാണ് രാജാവ്, ദൈവമായ കർത്താവ്. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ രാജത്വത്തെ, ദൈവം രാജാവാണ് എന്ന സംഗതിയെ അംഗീകരിക്കാത്തത് കൊണ്ട് ജനം ഓരോരുത്തരും തനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. ഞാൻ 2 ഉദാഹരണങ്ങൾ ഈ തോന്നിയതുപോലെ ജീവിച്ചതിന് ഉദാഹരണമായിട്ട് ബൈബിൾ പറയുന്നത് ചൂണ്ടിക്കാണിക്കാം. കേട്ടിരുന്നാൽ മതി, കഥകളാണ് ഇതൊക്കെ, കൂടുതൽ ഗഹനമല്ലാത്തതിന് കേട്ടാൽ മതി. എടുത്ത് വായിക്കുന്ന ദുഷ്കരമാണ്, കാരണം പലയിടത്തായിട്ട് കിടക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ അർത്ഥത്തിലും ജനം അധംപതിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധപതനം ലേവി ഗോത്രമായിരുന്നു, ദുഷിക്കാതെ നിന്ന ഗോത്രം. കാനാൻ ദേശത്ത് ജനത്തിന് ദേശം വീതം വെച്ച് കൊടുത്തപ്പോൾ ലേവി ഗോത്രത്തിന് ദേശം കൊടുത്തില്ല. ദൈവം അവരോട് പറഞ്ഞു, ലേവി ഗോത്രത്തിന് ദൈവമായിരിക്കും അവരുടെ ഓഹരി, ദൈവമാണ് അവരുടെ ഓഹരി, അവർക്ക് ലാൻഡ് ആവശ്യമില്ല, അവർക്ക് ദേശം കൊടുക്കണ്ട. അങ്ങനെ ദൈവത്തെ മാത്രം പൂജിച്ചും ആരാധിച്ചും ലക്ഷ്യം വെച്ചും ജീവിച്ച ലേവ്യര് അവരധപതിക്കാൻ തുടങ്ങി. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററുകളിൽ നമ്മൾ കാണുന്നത്. ലേവ്യരധപതിക്കാണ്. ലേവ്യരധപതിച്ചതിന് 2 ഉദാഹരണങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ ഉദാഹരണം കേട്ടാൽ മതി, ഇതൊക്കെ അവിടെയുണ്ട്, നിങ്ങൾ സമയം പോലെ വായിച്ചാൽ മതി. ഒരു ലേവി, ഒരു ലേവ്യൻ, ആ ലേവ്യൻ അയാൾ ദാൻ ഗോത്രം താമസിച്ചിരുന്ന സ്ഥലത്ത് വന്നു. നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിൽ പറഞ്ഞിരുന്നൊരു വാചകമാണ് ദാൻ മുതൽ ബർഷേബ വരെ. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണാൻ ഇടയുണ്ട് ഈ വാചകം. നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് എന്ന് പറയുന്നില്ല, കന്യാകുമാരി മുതൽ കാശ്മീർ എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽക്കാർ പറഞ്ഞിരുന്ന, ദേശം മുഴുവനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാചകമാണ് ദാൻ മുതൽ ബർഷേബ വരെ. ഈ ദാൻ ഗോത്രമാണ് അങ്ങേയറ്റം, ബർഷേബയാണ് ഇങ്ങേയറ്റം. അപ്പോൾ ഈ ദാൻ ഗോത്രം താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ജെറുസലേമിൽ നിന്ന് യൂദാ ഗോത്രത്തിൽ അല്ലെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു ലേവ്യൻ ജെറുസലേം ഭാഗത്ത് നിന്ന് ഈ അറ്റത്തേക്ക് ദാൻ ഗോത്രം താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വന്നു. അയാൾ അവിടെ വന്നത് സതുദ്ദേശത്തോടെ അല്ല. ദൈവത്തെ ആരാധിക്കുന്ന ദേവാലയം അവിടെ ഇല്ലായിരുന്നു. ദേവാലയം വേറെ സ്ഥലത്താണ്, അല്ലെ ദേവാലയം വന്നില്ല, ആരാധനാലയം വേറെ മറ്റൊരു സ്ഥലത്താണ് ആരാധനാലയം. അപ്പോൾ ഈ മിസ്പായിൽ കർത്താവിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നു, ഷീലോയിൽ ആരാധനാലയമുണ്ട്. അങ്ങനെ ആ ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം ഇയാൾ ഈ ദാൻ ഗോത്രം താമസിച്ചിരുന്ന എക്സ്ട്രീം എൻഡിലേക്ക് വന്നു. അയാൾ വന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല, പണം ഉണ്ടാക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് മീഖ എന്ന് പറയുന്നൊരു മനുഷ്യൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മീഖ പ്രവാചകനല്ല, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനാണ് മീഖ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഈ മീഖ എന്ത് ചെയ്യുന്നു? അയാൾ സ്വന്തം വീട്ടിൽ ഒരു വിഗ്രഹമുണ്ടാക്കി. ആ വീട്ടിൽ ആ വിഗ്രഹമുണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുകയാണ്, ഈ വിഗ്രഹത്തിന് പൂജ ചെയ്യാൻ
കൊള്ളാവുന്ന ആരെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒരു ലേവ്യൻ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ദാൻ ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മീക്ക അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കൂലി തരാം, ഈ വിഗ്രഹത്തെ പൂജിച്ച് എൻ്റെ വീട്ടിലെ പൂജാരിയായിട്ടിരിക്കുക. ലേവി ഗോത്രത്തിൻ്റെ അധപതനം ഞാൻ പറയുകയാണ്. ഷീലോയിൽ മിസ്പായിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൂലിക്ക് പണിയെടുക്കാൻ വേണ്ടി വന്ന് ഒരു കൂലിത്തൊഴിലാളിയെ പോലെ ഒരു വിഗ്രഹത്തിന് പൂജ ചെയ്ത് ദാൻ ഗോത്ര താമസിച്ചിരുന്ന സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്ന് പറയുന്നത്, ദാൻ ഗോത്രത്തിലെ വേറെ ചില ആളുകൾ വന്നിട്ട് ഈ ലേവി പുരോഹിതനെ ഈ മീഖായുടെ വീട്ടിലെ പൂജാരി ആയിരിക്കുന്നതിന് പകരം ദാൻ ഗോത്രം മുഴുവൻ്റെയും വിഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യാൻ, വിഗ്രഹാരാധനയ്ക്ക് പൂജ ചെയ്യാൻ വേണ്ടി അയാളെ കൂടുതൽ പണം കൊടുത്ത് കൊണ്ടുപോയി. ഇപ്പം നിങ്ങൾ നോക്കണം, കർത്താവിനെ പൂജിച്ച് യഹോവയെ പൂജിച്ച് ജീവിക്കേണ്ട, ആരാധിച്ച് ജീവിക്കേണ്ട ലേവ്യൻ കൂലിത്തൊഴിലാളിയായിട്ട് മാറി ഒരു വീട്ടിലെ വിഗ്രഹാരാധനയ്ക്ക് പൂജ ചെയ്ത് പിന്നീട് ദാൻ ഗോത്രം മുഴുവൻ്റെയും പൂജാരിയായിട്ട് മാറുകയാണ്. നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോഴാണ് ഈ ലേവ്യൻ ആരായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമ്മൾ നടുങ്ങിപ്പോകുന്നത്. ഈ ലേവ്യൻ ആരായിരുന്നു എന്നറിയാമോ? മോശയുടെ മകനായ ഗർഷോമിൻ്റെ മകനായിരുന്ന ഒരു പുരോഹിതനാണ്. അതായത് മോശയുടെ കൊച്ചുമകനാണ് ഈ ലേവ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാളക്കുട്ടിയെ ആരാധിച്ച ഒരു ജനത്തെ ആ കാളക്കുട്ടിയെ അരച്ച് പൊടിയാക്കി ലായനിയാക്കി കുടിപ്പിച്ച, വിഗ്രഹാരാധനയ്ക്കെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പ്രതിരോധം തീർത്ത മോശയുടെ മകൻ്റെ മകനാണിത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ കൊച്ചുമകൻ വരെ വിഗ്രഹാരാധകരായി മാറി. ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന, ലേവ്യരുടെ അധപതനം. ഇനി രണ്ടാമതൊരു സംഭവം കൂടി ന്യായാധിപന്മാർ പറയുന്നുണ്ട്. ആ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഇതുപോലെ ജെറുസലേമിൽ നിന്ന്, യൂദാ ഭാഗത്ത് ബേദലഹേമിൽ നിന്ന് വേറൊരു യഹൂദൻ ഒരു മോശപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിച്ചു. അത് പാടില്ല. ലേവി ഗോത്രത്തിൽപ്പെട്ട ആളെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുണ്ടായിരുന്നു. എന്നാൽ ഈ ലേവ്യൻ എഫ്രായിം നാട്ടിൽ വന്ന് ഒരു ഉപനാരിയെ, എന്ന് പറഞ്ഞാൽ കൊൺക്യുബിൻ, ശരിക്കും ഭാര്യയല്ല, അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ, ബൈബിൾ പറയും, നിങ്ങൾക്കിപ്പോൾ മലയാളം നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് കണ്ടോ ഈ ഭാഗം. ഞാൻ ഈ പറയുന്ന ഭാഗം ഇതാണ്. ന്യായാധിപന്മാർ 19 പറയുകയാണ്, ഇസ്രായേലിൽ, വായിച്ചോ, ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന ആ കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേദലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. അവൾ അവനോട് പിണങ്ങി യൂദയായിലെ ബേദലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അത് പറയാനാണ് എടുത്ത്. എന്തെന്നറിയാം, നമ്മുടെ POC ഈ ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനം പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ടായിരുന്നോ? കേട്ടായിരുന്നോ? എന്നാൽ ഇപ്പോൾ കേട്ടോ. അങ്ങനെ അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിള് റിവൈസ്ഡ് ആയിട്ട് POC പുറത്തിറക്കിയിട്ടുണ്ട്, മുഴുവൻ ബൈബിൾ. ആ ബൈബിളിലാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ നിങ്ങൾ കളയണ്ട, കത്തിക്കണ്ട, അത് വാലിഡാണ്. പക്ഷെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതിയ വിവർത്തനം വായിക്കണം. പുതിയ വിവർത്തനത്തിൽ ഇത് കിടക്കുന്നത് ഞാൻ പറയാം, ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. പുതിയ വിവർത്തനത്തിൽ കിടക്കുന്ന ഇങ്ങനെയാണ്: ഈ ഉപനാരി പിണങ്ങിപ്പോയെന്നല്ലേ നമ്മുടെ ബൈബിളിൽ, വ്യഭിചരിച്ചു പോയെന്നാണ് പുതിയ വിവർത്തനത്തിൽ. അതാണ് കറക്റ്റ്. മനസ്സിലായോ? ഈ ലേവ്യൻ്റെ ഉപനാരി വ്യഭിചരിച്ച് വേറൊരാളൂടെ പോയി, അങ്ങനെ പോയി. അതാണ് അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഈ പോയി കഴിഞ്ഞപ്പോൾ, ഇനി എന്നെ കേട്ടോ, ഇനി വായിക്കേണ്ട, നിങ്ങൾ വായിച്ചാൽ ഒത്തിരി ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത്രയും പിടി കിട്ടിയോ? സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുന്നത്. ബൈബിളിലുള്ള കാര്യങ്ങളാണ്. ഞാനൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഈ ചരിത്രമൊക്കെ നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്ക് പിന്നെ വായിക്കുമ്പോൾ ഇതൊക്കെ വളരെ
മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗുണപ്പെടും. അതുകൊണ്ട് അതൊക്കെ പറയുന്നത് കേൾക്കുക. അതായത് ഈ സ്ത്രീ ഇയാളുടെ അടുത്തു നിന്ന് വേറൊരാളുടെ പോയി. പക്ഷെ ഈ ലേവ്യൻ മനസാക്ഷിയുള്ളവനായിരുന്നുകൊണ്ട് അവളെ അന്വേഷിച്ച് അയാൾ ഇവളുടെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ അവളെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സാരമില്ല, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അയാൾ തൻ്റെ ഭാര്യയുമായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മായിപ്പൻ പറഞ്ഞു, ഇന്ന് പോകണ്ട മോനെ, നാളെ രാവിലെ പോകാൻ പറഞ്ഞു. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മായിപ്പൻ പറഞ്ഞു, കുറച്ച് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസം താമസിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ താമസിച്ചു. ഓരോ തവണ ഇയാൾ ഈ ലേവ്യൻ തൻ്റെ ഭാര്യയും കൊണ്ട് തൻ്റെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴെല്ലാം ഈ അമ്മായിപ്പൻ തടസ്സം പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദിവസം സന്ധ്യയായപ്പോൾ ലേവ്യൻ പറഞ്ഞു, എന്തായാലും ഇനി നിൽക്കത്തില്ല, പോവാന്ന് പറഞ്ഞ് ഭാര്യയും കൂട്ടി അയാൾ തൻ്റെ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി രാത്രിയായി. ഗിബയാക്കാരുടെ നാട്ടിലെത്തി. ഗിബയാ ദേശത്തെത്തി എന്ന് പറഞ്ഞാൽ അത് ബെഞ്ചമിൻ ഗോത്രം താമസിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെയാണ് ഗിബയാ നിവാസികൾ താമസിച്ചിരുന്നത്. ഗിബയാ കേൾക്കുന്നുണ്ടോ? ഉറക്കം വരുന്നോ? ഇത്തിലൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഇപ്പം ഇത് കേൾക്കുക. അപ്പം ഇത്രയും പിടി കിട്ടിയോ? അതായത് ലേവ്യൻ ഇവിടെ വന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവൾ കുറച്ച് കഴിഞ്ഞ് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇയാൾ നല്ലവനായിരുന്നുകൊണ്ട് ഭാര്യയെ കളയാതിരിക്കാൻ വേണ്ടി വന്ന് വീട്ടിൽ താമസിച്ച് ഭാര്യയും കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അമ്മായിപ്പൻ തടസ്സം നിന്നു. എന്നാൽ കുറച്ച് ദിവസമൊക്കെ അമ്മായിപ്പൻ്റെ വാക്ക് കേട്ട് നിന്ന് ഒടുവിൽ അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുമ്പോൾ സന്ധ്യയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒത്തിരി രാത്രിയായി. ഇനി മുന്നോട്ട് നീങ്ങാൻ ഭാര്യയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ഗിബയാക്കാരുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു അഭയം കിട്ടുമെന്നറിയാൻ വേണ്ടി അയാൾ ആ രാത്രിയിൽ അവിടേക്ക് അന്വേഷിക്കുമ്പോൾ എവിടെയും സ്ഥലം കിട്ടാത്തത് കൊണ്ട്, ആരും അവരെ സ്വീകരിക്കാത്തത് കൊണ്ട് അവരൊരു വഴിയോരത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും ഞങ്ങൾക്ക് അഭയം തന്നില്ല, രാത്രിയിൽ ഈ ഭാര്യയും കൊണ്ട് കിടന്നുറങ്ങണം, എനിക്ക് നിങ്ങളൊന്നും തരണ്ട, ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കിടക്കാനൊരിത്തിരി സ്ഥലം തന്നാൽ മതി. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് അവരിങ്ങനെ ആ വീട്ടിൽ രാത്രി അന്തി ഉറങ്ങുമ്പോൾ ആ നാട്ടിലുള്ള കുറേ ആഭാസന്മാർ, മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾ വന്ന് വാതിൽക്കൽ തട്ടി വിളിച്ചിട്ട് പണ്ട് ലോത്തിൻ്റെ ചരിത്രത്തിൽ ചെയ്ത പോലെ ദൈവദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ രാത്രി ആഭാസന്മാരെ വന്ന് തട്ടി വിളിച്ച് സ്വർഗഭോഗത്തിന് ഈ വന്നിരിക്കുന്ന അതിഥിയെ വിട്ടുതരിക എന്ന് പറഞ്ഞ് ഇയാളുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ തുടങ്ങുമ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, പെങ്കൊച്ചുങ്ങൾ വീട്ടിലുണ്ട്, അവരെ തരാം, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിക്കാം. ഒടുവിൽ ഈ വൃദ്ധൻ ഈ ലേവ്യൻ്റെ ഭാര്യയെ ഈ ആഭാസന്മാരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. പിടികിട്ടുന്നുണ്ടോ? ആ രാത്രി മുഴുവൻ ഈ ഗിബയാ നിവാസികൾ ഈ സ്ത്രീയെ ഉപദ്രവിച്ചു, റേപ്പ് ചെയ്തു. ഒടുവിൽ വെളുപ്പാങ്കാലത്ത് ലേവ്യൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിൻ്റെ വാതിക്കൽ സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇയാളുടെ ഹൃദയം തകർന്നു. അയാൾ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ച് ഈ സ്ത്രീയെ 12 കഷണങ്ങളായിട്ട് വെട്ടിമുറിച്ച് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് അയച്ചു കൊടുത്തു. ലേവ്യന് സംഭവിച്ചതറിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളുടെ രക്തം തിളച്ചു. അവരൊരുമിച്ച് കൂടിയിട്ട് അവർ പറഞ്ഞു, ഇത് വെറുതെ വിട്ടുകൂടാ. ഗിബയാ നിവാസികളുടെ മേൽ നടപടിയെടുക്കാൻ ബെഞ്ചമിൻ ഗോത്രജരോട് ആവശ്യപ്പെട്ടെങ്കിലും ബെഞ്ചമിൻകാർ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് ഇസ്രായേലിലെ ബാക്കി ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ബെഞ്ചമിൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബെഞ്ചമിൻ ഗോത്രത്തിലെ 600 പേരൊഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. ഈ 2 സംഭവങ്ങൾ പറഞ്ഞിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോകാവുന്നതിൻ്റെ, അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഒരു സ്ത്രീയെ 12 കഷണമായി വെട്ടിമുറിച്ച് 12 ഗോത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുക, ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക. അമോര്യരെയും അമ്മോന്യരെയും കാനാൻകാരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഹിത്യരെയും എല്ലാം കീഴടക്കാൻ കാനാൻ ദേശത്ത് ശത്രുക്കൾ ഇങ്ങനെ അതികായന്മാരായി വളർന്നു നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ തമ്മിലടിച്ച് തീരുകയാണ്.
ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനം അധപ്പതിച്ചു. ഇങ്ങനെ ഈ അധപതനത്തിൻ്റെ സകല കഥകളും സമാഹരിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ട് എഴുത്തുകാരൻ പറയുകയാണ്, ആ നാട്ടിൽ ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിച്ച ഒരു കാലമായിരുന്നു അത്. അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചതല്ല, അവർക്ക് കാരണമായത് എന്താണ്? ആ നാട്ടിൽ രാജാവില്ലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു, ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു, ഒരു ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. അപ്പം ഈ ഒരു പശ്ചാത്തലമാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അന്നുണ്ടായിരുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ പിന്നീട് ഒരു പ്രകാശം വീണ് കിട്ടുന്നത് സാമുവേൽ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ വരുമ്പോഴാണ്. അങ്ങനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, സാമുവേൽ വന്ന് ഇസ്രായേലിൽ ഏതാണ്ട് 40 വർഷം ന്യായപാലനം നടത്തി. സാമുവേൽ വൃദ്ധനായപ്പോൾ സാമുവേൽ തൻ്റെ മക്കളായിരുന്ന അബിയ, ജോയേൽ എന്നു പേരുള്ള 2 ആൺമക്കളെ ന്യായാധിപന്മാരായി നിയമിച്ചു. പക്ഷെ അവന്മാർ പണക്കുതിയന്മാരും ദുരാഗ്രഹികളുമായിരുന്നു. ജനം അവരെ ഇഷ്ടപ്പെട്ടില്ല. ജനം ഒരുമിച്ച് കൂടി. അങ്ങനെ ജനം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിൻ്റെ പേര് റാമ. ആ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റാമ എവിടെയാ കേട്ടെ? റാമ എവിടെ കേട്ടെ? റാമായിൽ നിന്ന് ഒരു വിലാപം അല്ലേ, നിലവിളി, കരച്ചിൽ, റാഹേൽ തൻ്റെ മക്കളെ ഓർത്ത്, ആ റാമയാണ്. അങ്ങനെ റാമായിൽ ഒരുമിച്ച് കൂടി. ജനം മുഴുവൻ റാമായിൽ ഒരുമിച്ച് കൂടിയിട്ട് ജനം സാമുവേലിനോട് പറയുകയാണ്, ലിസൺ, ശ്രദ്ധിക്കുക. സാമുവേലിനോട് പറയാണ്, മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക. ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് മതിയായി. നേതാക്കന്മാരില്ല, ന്യായാധിപന്മാരാണ് ഉണ്ടായിരുന്നത്, എല്ലാം കൊള്ളരുതാത്തവന്മാരായിരുന്നു. അങ്ങ് മാത്രമേ ഉള്ളൂ നല്ലവൻ, അങ്ങയുടെ മക്കളും കൊള്ളരുതാത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നേതാവിനെ വേണം, രാജാവിനെ വേണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ അവർ രാജാവിന് വേണ്ടി മുറവിളി കൂട്ടി. സാമുവേലിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സാമുവേൽ അത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം, സാമുവേൽ പറഞ്ഞു, നിങ്ങൾക്കൊരു രാജാവുണ്ട്. ആരാണത്? യഹോവ. നിങ്ങൾക്കൊരു രാജാവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രാജാവിന് വേണ്ടി കിടന്ന് മുറവിളി കൂട്ടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. നമുക്ക് വായിക്കാതെ 1 സാമുവേൽ അധ്യായം 8. ഞാൻ ദാവീദിലേക്ക് പോകുന്നതിന് മുമ്പ് പശ്ചാത്തലത്തിലേക്ക് ഒന്ന് വരികയാണ്. അപ്പോൾ 1 സാമുവേൽ 8 വായിക്കാം. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബർഷേബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. ഉറക്കെ വായിക്കാം. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നില്ല. അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഞങ്ങൾക്കൊരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. നമുക്കൊരേ ഒരു രാജാവേ ഉള്ളൂ. ആ രാജാവിൻ്റെ പേര് ദൈവമായ കർത്താവ് എന്നാണ്. നമുക്കൊരേ ഒരു രാജാവേ ഉള്ളൂ. ദൈവമാണ് എൻ്റെ രാജാവ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും എന്നൊരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ കുർബാന പുസ്തകത്തിൽ. ഒന്ന് ചൊല്ലാവോ? നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് ചൊല്ലണം. ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വിശ്വാസ പ്രമാണത്തിലേക്ക് കയറി സ്തോമം കാലോസ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. വളരെ സൂക്ഷിച്ച് ചൊല്ലണം. ചൊല്ലിക്കോ. ജീവനും രക്ഷയ്ക്കും വേണ്ടി
അതാ പറയും, ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് പോവും. അങ്ങനെ പോവരുത്. ഭേദം കൂടാതെ കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രനും വചനവും അതാണ് എനിക്ക് വേണ്ടത്, വചനവും ഉറക്കെ വചനവും രാജാവുമായ എൻ്റെ കർത്താവേ. അതായത് നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ, മലങ്കരക്കാര് കുർബാന തുടങ്ങുമ്പോൾ പ്രഖ്യാപിക്കുകയാണ് വചനവും രാജാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. സിറോ മലബാറുകാര് കർത്താവേ മമ രാജാവേ എന്ന് പാടും. കർത്താവേ മമ രാജാവേ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവത്തെ അപ്പൊ പറയുക, ഹൃദയത്തിൽ ഇങ്ങനെ പറയുക, എൻ്റെ രാജാവ് ആരാണ്? ദൈവമാണ് എൻ്റെ രാജാവ്, ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ദൈവരാജ്യം എന്ന ഒരു സങ്കല്പം അവതരിപ്പിച്ചുകൊണ്ടാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. ഉദാഹരണത്തിന് ഈശോയുടെ ആദ്യത്തെ പ്രസംഗം തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം ഉറക്കെ വായിക്കാം. മർക്കോസ് 1:15 ഉച്ചത്തിൽ വായിക്കുക. അവൻ പറഞ്ഞു, മർക്കോസ് 1:15 വായിക്കുക. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോ ശ്രദ്ധിക്കുക, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ഇത് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എന്താണ് പ്രഖ്യാപിച്ചത്? ദൈവ രാജ്യം. ഇനി എന്നെ കേട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ദൈവരാജ്യം പറ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവഭരണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പറ, ദൈവഭരണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതായത് കിങ്ഡം ഓഫ് ഗോഡ് എന്നല്ല, റെയിൻ ഓഫ് ഗോഡ്, RIGN, റെയിൻ ഓഫ് ഗോഡ്, റെയിൻ ഭരണം, റൂൾ ഓഫ് ഗോഡ്, ദൈവഭരണം. കേൾക്കണേ, ഇങ്ങോട്ട് നോക്കണേ. അതായത് ദൈവഭരണം എന്ന് പറഞ്ഞെന്താ? ദൈവം പറ, ദൈവം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ രാജാവായി അംഗീകരിക്കുന്നവരുടെ ജീവിത വ്യവസ്ഥയുടെ പേരാണ് ദൈവരാജ്യം. ഈശോ പറയാണ്, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം രാജാവായി ആഗതനാകുന്നു. ഓശാന തിരുനാളിൽ ഈ രാജാവായി എഴുന്നള്ളുന്ന ദൈവപുത്രനെയാണ് ഓശാന വിളികളോടെ നഗരത്തിലേക്ക് അവർ ആനയിച്ചത്. രാജാവ്. അപ്പൊ ഹൃദയത്തിൽ പറയുക, ദൈവമാണ് എൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ എന്നെ ഭരിക്കുന്നത് ദൈവമാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ഭരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ രാജാവ് ഒരു നല്ല രാജാവാണോ മോശപ്പെട്ട രാജാവാണോ? എന്തു തോന്നുന്നു? ദൈവമാണ് രാജാവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യ ഭരിക്കുന്നത് ദൈവമാണെന്ന് വിചാരിക്കുക. ഏതാണ് കൂടുതൽ നല്ലത്? മോദി ഭരിക്കുന്നതാണോ ദൈവം ഭരിക്കുന്നതാണോ? ആണല്ലോ, തീർച്ചയായിട്ടും. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്നതിനേക്കാളും നല്ലത് ദൈവം ഭരിക്കുന്നതാണ്. അപ്പോൾ ദൈവം ഒരു മോശപ്പെട്ട രാജാവല്ല, ദൈവം ഒരു ഉത്തമനായ രാജാവാണ്. ദൈവം രാജാവാണെങ്കിൽ, ശ്രദ്ധിക്കുക, ദൈവം രാജാവാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും പറ ആകുലപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് മത്തായി 6:33 ഈശോ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. മത്തായി 6:33 എടുത്ത് വായിക്കുക. മത്തായി 6:33. ആകുലപ്പെടരുതെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അവസാനമാണത്. ഇങ്ങനെ വായിച്ചോ, 31 മുതൽ വായിച്ചോ. മത്തായി 6:31. അതിനാൽ ഉച്ചത്തിൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകരുത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ആ കാരണം അവസാനം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അതിനാൽ ഉറക്കെ വായിക്കുക. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, വിജാതീയരാണ്. ശ്രദ്ധിക്കുക, വിജാതീയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും നിൽക്കുമ്പോൾ ഇതിലെ വിജാതീയരാരാ?
ഇന്ത്യയും പാകിസ്ഥാനും നിൽക്കുന്നു. നമ്മൾ ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ ആരാപ്പം? വിജാതീയരാണ്. വിജാതീയരെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അകത്തല്ലാത്തവർ, ഈ രാജ്യത്തിൻ്റെ അകത്തല്ലാത്തവർ, അവരാണ് വിജാതീയർ. പറയാണ് ഈ രാജ്യത്തിന് ദൈവം രാജാവാണെന്ന് അംഗീകരിക്കാത്തവരാണ് ഇതെല്ലാം അന്വേഷിച്ച് ആകുലപ്പെടുന്നത്. ഈ രാജ്യത്തിനകത്ത് അല്ലാത്തവരാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത്. വായിക്കുക, നിങ്ങൾ ആദ്യം അവിടുത്തെ അതിനു മുമ്പ് വിജാതി 22:32 വായിച്ചേ. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. എന്തുകൊണ്ടറിയാം? അവിടുന്ന് നിങ്ങളുടെ രാജാവായതുകൊണ്ട്. രാജാവിന് അറിയാം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന നിങ്ങളുടെ രാജാവിന് നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്നും നിങ്ങൾക്ക് പാനീയം വേണമെന്നും നിങ്ങൾക്ക് വസ്ത്രം വേണമെന്നും മക്കളെ പഠിപ്പിക്കണമെന്നും കുഞ്ഞുങ്ങളെ ചികിത്സിക്കണമെന്നും നല്ല ഭവനം പണിയണമെന്നും വസ്തു വാങ്ങണമെന്നും ജീവിത വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ ക്രയവിക്രയങ്ങൾ, വരുമാന വഴികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും ഈ രാജാവിന് നിങ്ങളെക്കാൾ നന്നായി അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവനീതി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാ? കഴിഞ്ഞ വർഷം 5 ദിവസവും ഞാൻ പറഞ്ഞത് എന്താണ് ദൈവനീതി. എന്താണ് ദൈവനീതി? 5 ദിവസവും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ വർഷം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നു കാണും. അതുകൊണ്ട് ഞാൻ നീതി ഒന്നും കടക്കാൻ പോകണില്ലെന്ന്. ഇപ്പോൾ ഇത് പറയുകയാണ്, ഈ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം കേൾക്കണേ. ഏറ്റവും ലളിതമായ അർത്ഥം നിങ്ങൾ ഇന്ന് അംഗീകരിക്കുക. ഈ കൺവെൻഷൻ പന്തലിൽ വെച്ച് പ്രിയ സഹോദര സഹോദരി, നീ ഇതൊന്ന് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവമാണ് എൻ്റെ രാജാവ്, എന്നെ അവിടുന്ന് നന്നായി നോക്കിക്കൊള്ളും. പറഞ്ഞ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. ദൈവമാണ് എൻ്റെ രാജാവ്, അവിടുന്ന് എന്നെ നന്നായി സംരക്ഷിച്ചുകൊള്ളും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ആകുലതകളും ഉത്കണ്ഠകളും ഭയവും ഭാരവും നിരാശയും ഒക്കെ ആയിട്ടാണ് നമ്മൾ വചന കൂടാരത്തിലേക്ക് വരുന്നത്. ഭാരപ്പെടണ്ട. കർത്താവ് പറയാണ്, നിന്നെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയാ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ 2016 മാറിവാനസ് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ജോലി, അത് അവിടുന്ന് ഞാൻ ആ ഹോസ്റ്റലിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ പോരുമ്പോൾ എനിക്ക് വളരെ ബഹുമാനവും സ്നേഹമുള്ള, എന്നോട് വളരെ സ്നേഹമുള്ള, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട സീനിയർ വൈദികൻ എന്നോട് വളരെ വേദനയോടൊരു കാര്യം പറഞ്ഞു. ഡാനിയലേ, ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് 40 വയസ്സ് കഴിയുമ്പോൾ നീ ദുഃഖിക്കൂടാന്ന് പറഞ്ഞു. രാഗിയതല്ല, എന്നോട് അത്രയധികം ഞാൻ കോളേജിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ടും എന്നോട് സ്നേഹമുള്ളതുകൊണ്ടും അദ്ദേഹം പറയുകയാണ്, നീ പോകരുത്, നീ കോളേജിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക, നീ പോകരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ഒരു വാചകം പറഞ്ഞു, 40 വയസ്സ് കഴിയുമ്പോൾ നീ ഈ തീരുമാനത്തെക്കുറിച്ച് ദുഃഖിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ എത്ര ധൈര്യമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. അപ്പം അന്ന് മുഴുവൻ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. അന്ന് മാത്രമല്ല, കുറേ ദിവസങ്ങൾ അത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അതായത് ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ഇപ്പോൾ എടുക്കുന്ന തീരുമാനം തെറ്റാണോ? എനിക്ക് തെറ്റുമോ? ഞാനൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നത്. നല്ല ജോലിയുണ്ട്, നിന്നാൽ മതി, നിന്നാൽ അപ്പോയിൻമെൻ്റൊക്കെ എല്ലാം അപ്രൂവലൊക്കെ ആയി, നല്ല ശമ്പളം കിട്ടും, നല്ല ഫ്യൂച്ചറുണ്ട്, നിന്നാൽ മതി. അപ്പം ഞാൻ എടുക്കുന്ന തീരുമാനം തെറ്റാണോ എന്നെൻ്റെ മനസ്സാകുലപ്പെടാൻ തുടങ്ങി. അന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ഉറപ്പ് തന്നു. ആ ഉറപ്പ് ഇതാണ്, ഈ അച്ഛൻ പറഞ്ഞതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, നിന്നെ ഞാൻ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. തോന്നലല്ല ഞാനീ പറയണത്, അത് മനസ്സ്. ഞാൻ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കുന്ന സമയമാണത്. അന്ന് ഞാൻ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു. എങ്ങനെ ഏതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെ പറഞ്ഞു, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട, ഇതൊന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട, നിന്നെ ഞാൻ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. എൻ്റെ സാക്ഷ്യം ഞാൻ പറയുക. കൊല്ലം 8 ഇപ്പം 2024. എൻ്റെ സാക്ഷ്യം ഞാൻ പറയുകയാണ്, എന്നെ ദൈവം നല്ലതുപോലെ നോക്കി. നിങ്ങളെ ആര് നോക്കുന്നതിനേക്കാളും നന്നായിട്ട് എൻ്റെ ദൈവം എന്നെ നല്ലതുപോലെ നോക്കി, നല്ലതുപോലെ. എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം രാജാവാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, നിങ്ങൾ ആ രാജാവിനെ വിശ്വസിച്ചാൽ, നിങ്ങൾ ആ രാജാവിൻ്റെ ശക്തിയെ സംശയിക്കാതിരുന്നാൽ, നിങ്ങളെ ദൈവം പൊന്നുപോലെ നോക്കിക്കൊള്ളും. പൊന്നുപോലെ നോക്കിക്കൊള്ളും. കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. ദൈവം എൻ്റെ രാജാവാണ്. ദൈവം എൻ്റെ രാജാവാണ്. വചനവും രാജാവുമായ എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ രാജാവാണ്. എന്നെ ദൈവം ഭരിക്കും, എന്നെ ദൈവം നയിക്കും, എന്നെ ദൈവം പരിപാലിക്കും, എൻ്റെ കുടുംബത്തെ ദൈവം നോക്കിക്കൊള്ളും. ഇതൊരു അത്യാഗ്രഹമാണോ? ആണോ? നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവം നോക്കിക്കൊള്ളും. ഭൂമിയിലെ അവസാനത്തെ ആലംബവും കൈവിട്ടാലും നിങ്ങൾ ബലമുണ്ടെന്ന് വിചാരിച്ച് പിടിച്ച അവസാനത്തെ കൈയും ബലഹീനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴും, ഒടുവിലത്തെ കച്ചിത്തുരുമ്പും വിട്ട് നിങ്ങൾ ഈ കടലാഴങ്ങളിലേക്ക് താഴുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, കടലിന് മീതെ നടന്നവൻ്റെ കൈ നിന്റെ മേൽ വന്നിരിക്കും. ദൈവം കൂടെ ഉണ്ടാവും. പറഞ്ഞ ഹല്ലേലൂയാ. ഒരിക്കലും അവിടുന്ന് പറയുന്നു, അവിടുന്ന് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കരങ്ങൾ ഉയർത്താം. എന്തെങ്കിലും ഭാരമോ ആകുലതയോ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു. നിന്നെ വിളിക്കാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ നോക്കാനും എനിക്കറിയാം. മാമോദീസ ജലം നിന്റെ തലയിലിറ്റിച്ച് യേശുവിൻ്റെ നാമമറിയാൻ ഇടയാക്കി നിന്നെ സ്വന്തമാക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, നിന്നെ ഒടുവിൽ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിക്കാൻ ദൈവത്തിനറിയാം. പറഞ്ഞ ഹല്ലേലൂയാ. നമ്മിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് നമുക്കുറപ്പുണ്ട്. നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. കാരണം തന്നെ തന്നെ നിഷേധിക്കുക അവിടുത്തേക്ക് സാധ്യമല്ല. കരങ്ങൾ ഉയർത്തി ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കുന്നത്ര ഉച്ചത്തിൽ ഒരു വിശ്വാസത്തിന്റെ വലിയ വലിയ ഒരു അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിച്ച് ശക്തമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ ആരെയും ശ്രദ്ധിക്കരുത്, ആരെയും ശ്രദ്ധിക്കരുത്. വിട്ടുകൊടുത്ത് സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. പരിപാലിക്കുന്ന കരങ്ങളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. താങ്ങി നിർത്തുന്ന കരങ്ങളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ. ഒരു നാൾ കൈവിട്ട് കളയാത്ത ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ പരിചയപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് അപരിമേയമായ ഒരു ദൈവശക്തി വ്യാപരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക്, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ജീവിതാനുഭവങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അനുഭവങ്ങളിലേക്ക്, എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവമേ അവിടുത്തെ അപരിമേയമായ ശക്തി ഇറങ്ങി വരണമേ. ദൈവമേ, കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ കർത്താവെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പസ്തോലന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തന്മാരാക്കി മാറ്റിയതുപോലെ ഇപ്പോൾ മടുത്ത് മരവിച്ച് തളർന്ന് ദൈവമേ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും മകരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. സ്വർഗശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. അധരം തുറന്ന് ആരെയും ശ്രദ്ധിക്കരുത്. അധരം തുറന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് പ്രേരിപ്പിക്കുന്നു അതുപോലെ പ്രാർത്ഥിച്ചുകൊള്ളുക. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക. ഇതാ ദൈവകരം നിന്നെ സ്പർശിക്കുന്നു. ഇതാ ദൈവത്തിന്റെ സ്നേഹം നിന്നെ തഴുകുന്ന അവിടുത്തെ കരം നിന്നെ മേൽ കടന്നു വരുന്നു. ഇതാ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്നു. ഇതാ കർത്താവ് നിന്നെ തള്ളിക്കളയില്ല എന്ന വാഗ്ദാനം നിനക്ക് നൽകുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കാമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം ഇതാ നിന്റെ മേൽ ദൈവശക്തിയായി കടന്നു വരുന്നു. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ മക്കളെ അഭിഷേകം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ദാമ്പത്യത്തെ സ്ഥിരപ്പെടുത്താൻ
വീണ്ടെടുത്താൻ ഈ രാജാവിന് കഴിയും. നിന്റെ കുടുംബത്തെ അസ്ഥിരതയിൽ നിന്ന്, നിന്റെ കുടുംബത്തെ അസമാധാനത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കാൻ, നിന്റെ തകരുമെന്ന് ഉറപ്പുള്ള ദാമ്പത്യത്തെ നേരെ നിർത്താൻ, നിന്റെ തകരുമെന്ന് ഉറപ്പുള്ള കുടുംബത്തെ നേരെ നിർത്താൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിച്ച് കർത്താവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് ഉച്ചത്തെ ഈശോയെ, എത്രത്തോളം ഉച്ചത്തെ വിളിക്കുക, ഉച്ചത്തെ വിളിക്കുക ഈശോയെ. മഹത്വം, 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 ആരാധന. ഹാല 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 ഹാല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് 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 കർത്താവിനെ ആരാധിച്ച് ശക്തമായിട്ട് കരങ്ങളടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം, ഇരിക്കാം. ഇസ്രായേല് ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടി. ദൈവം അവരോട് പറയുകയാണ്, അവർ നിന്നെയല്ല തിരസ്കരിച്ചത്, അവരുടെ രാജാവായ എന്നെയാണ്. ഇതിനെക്കുറിച്ച് അപ്പസ്തോലനായ പൗലോസ് അപ്പസ്തോലൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ആക്ട്സ് 13:19 ഓൺവേർഡ്സ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:19 മുതൽ വായിക്കാം. കാനാൻ ദേശത്ത് വച്ച് 7 ജാതികളെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവേലിൻ്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. വായിക്കാം. പിന്നീട് ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിന്റെ പുത്രൻ സാവൂളിനെ 40 വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി. അതാണ് അടുത്ത കാര്യം. അതായത് രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ ദൈവം അവർക്കൊരു രാജാവിനെ കൊടുത്തു. അതാണ് ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകനായ പേര് സാവൂൾ. ഇസ്രായേലിൻ്റെ രാജപരമ്പരയിലെ ആദ്യത്തെ രാജാവായിരുന്നു സാവൂൾ. സാവൂളിനെ ദൈവം തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. ഒത്തിരി ഉപകഥകളുണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെ സാവൂൾ രാജാവായതിനു ശേഷം സാവൂൾ തിരസ്കരിക്കപ്പെട്ടു. സാവൂൾ തിരസ്കരിക്കപ്പെട്ടതിന് പ്രധാനമായും 2-3 കാരണങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതൊന്നറിയുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് സാവൂളിനെ ദൈവം തിരസ്കരിച്ചത്? ഒന്നാമത്തേത്, സാവൂളിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അനുസരണക്കേട്. എഴുതി വെച്ചോളുക. സാവൂള് തിരസ്കരിക്കപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ കാരണം അനുസരണക്കേട്. സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ സാവൂളിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമുക്കത് വായിക്കാം. 1 സാമുവേൽ അധ്യായം 10. 1 സാമുവേൽ അധ്യായം 10. സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ സാമുവേൽ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം നമ്മൾ കാണുന്നത് 1 സാമുവേൽ 10-ാമത്തെ അധ്യായത്തിലാണ്. 10-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഇങ്ങനെ വായിക്കാം. 1 മുതൽ. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. വായിച്ചോളുക. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലെ സൽസാഗിൽ റാഹേലിൻ്റെ കൂടാരത്തിന് സമീപം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല, എൻ്റെ മകൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്കുവൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ ബേഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ 3 അപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും. അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബെയായിലുള്ള ദൈവത്തിൻ്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ
സാരംഗി, ചെണ്ടൽ, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. നല്ലൊരു വചനമാണെന്ന് ഏറ്റു പറയാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഒരിക്കൽ കൂടെ ഏറ്റു പറയാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ യുക്തം പോലെ നീ ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. മറ്റൊരു നിർദ്ദേശം കൂടി സാമുവേൽ അദ്ദേഹത്തിന് നൽകി. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നത് വരെ 7 ദിവസം നീ കാത്തിരിക്കണം. 7 ദിവസം നീ കാത്തിരിക്കണം. ഇതാണ് നിർദ്ദേശം. എന്നാൽ എന്ത് സംഭവിച്ചു? 1 സാമുവേൽ 13 വാക്യം 8. 1 സാമുവേൽ 13 വാക്യം 8. സാവൂൾ സാമുവേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. ജനം അവനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. ഇതാണ് അനുസരണക്കേട്. സാമുവേൽ പറഞ്ഞു, 7 ദിവസം നീ കാത്തിരിക്കണം. ഞാൻ ഗിൽഗാലിൽ വരും. അവിടെ വന്നിട്ട് ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാൻ വരുന്നുണ്ട്. ഞാൻ അർപ്പിക്കും. നീ അവിടെ എന്നെ വെയിറ്റ് ചെയ്യണം. 7 ദിവസമായിട്ട് സാമുവേൽ വന്നില്ല. സാമുവേൽ വരാതിരുന്നപ്പോൾ ജനത്തെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, ജനത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ജനത്തെ അവരുടെ ഇഷ്ടക്കേട് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി സാവൂള് തന്നെ അയാൾ സ്വയം ബലിയർപ്പിച്ചു. അയാൾ തന്നെ ബലിയർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് വന്നു. നീ എന്താണ് ചെയ്തത്? സാമുവേൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നു. നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നു. ഫിലിസ്തീർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നു. ഇതെല്ലാം ഞാൻ കണ്ടപ്പോൾ ഗിൽഗാലിൽ വെച്ച് ഫിലിസ്തീർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. സാമുവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. ഇത് മാത്രമല്ല, വേറൊരു സംഭവം കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അമലേക്കരുമായി യുദ്ധത്തിന് പോകുമ്പോൾ അമലേക്കരെ മുഴുവൻ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ അതും സാവൂള് തെറ്റിച്ചു. ഈ 2 പ്രധാനപ്പെട്ട അനുസരണക്കേട് സാവൂള് രാജസ്ഥാനത്ത് നിന്ന് തിരസ്കരിക്കപ്പെടാൻ കാരണമായി. ചെറിയ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, യുവതി യുവാക്കന്മാർ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അനുസരണം എന്ന വലിയ പുണ്യം നമ്മളെ വലിയ അഭിഷേകത്തിലേക്ക് നയിക്കും. അനുസരണക്കേട് നമുക്ക് ദൈവം തരാൻ വെച്ചിരിക്കുന്നതെല്ലാം നമ്മളിൽ നിന്ന് എടുത്ത് കളയും. ചെറിയ കാര്യങ്ങളാവും, കൊച്ചു കാര്യങ്ങളിലാവും. പക്ഷെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, അനുസരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം തരുന്ന അഭിഷേകം എല്ലാം, ദൈവം കാത്തു വച്ചിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. 1 സാമുവേൽ 15:22. 1 സാമുവേൽ 15:22. സാമുവേൽ പറഞ്ഞു, ഉറക്കെ വായിക്കാം. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പറയാവോ? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പറയാവോ? അനുസരണം. അപ്പൊ അതാണ് അനുസരിക്കുന്നത്. പറയാം, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. ഇടവകകളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ മത്സരിച്ചാൽ, മാത്സര്യം ഉണ്ടായാൽ, ഭിന്നത ഉണ്ടായാൽ,
അനുസരണക്കേട് കാണിച്ചാൽ വചനം പറയുകയാണ് അത് മന്ത്രവാദം പോലെ, ഒന്നാം പ്രമാണ ലംഘനം പോലെ ഭയാനകമാണ്. ഒന്നാം പ്രമാണ ലംഘനത്തിന് പ്രത്യേകം അറിയാം, 4 തലമുറ വരെ വേട്ടയാടുന്ന പാപമെന്നാണ് മന്ത്രവാദത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. 4 തലമുറ വരെ വേട്ടയാടുന്ന പാപം. അപ്പം അനുസരണക്കേട് മന്ത്രവാദം പോലാണ്, മാത്സര്യം മന്ത്രവാദം പോലാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ സാവൂള് തിരസ്കൃതനാകുമ്പോഴാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ നാളെ ഇത് തുടരും. നമ്മൾ ദാവീദിനെ ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ പഴയ നിയമത്തിൽ നിന്നൊരു വചനം ഞാൻ വായിച്ചു, പുതിയ നിയമത്തിൽ നിന്നൊരു വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 22-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട്, ആരെ? സാവൂളിനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ, ഉറക്കെ ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ നാളെ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ നാളെ ചിന്തിക്കും, എന്തുകൊണ്ടാണ്? ഒത്തിരി പാഠങ്ങൾ ദാവീദിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് വിളിച്ചത്? ദാവീദിലുണ്ടായിരുന്ന ഒരു 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മളെയും ദൈവം വിളിക്കും, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ. നമ്മൾ നാളെ വരുമ്പോൾ നമ്മുടെ വചനം നിങ്ങൾ പല വർഷമായില്ലേ? എത്ര കൊല്ലമായി അഞ്ചലിലെ കൺവെൻഷൻ? ഇത് 4-മത്തെയാണ്, ആണോ? കേട്ടില്ല? 24 കൺവെൻഷനായോ? മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വരാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-മത്തെയാണ്, ആണോ? 4ആണോ 5ആണോ? 4. ഞാൻ 4 കൊല്ലമായിട്ട് 4 × 5 20 രാത്രികളിൽ നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 20 രാത്രികൾ അല്ലേ? ഇനി ഇതോടെ കഴിയുമ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾക്ക് ദൈവം ഈ കൺവെൻഷനുകളിലൂടെ എല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് ദൈവം തന്ന ഞാൻ പറഞ്ഞിട്ട് സ്വത്തരാഴ്ച എടുത്താൽ മതിയേ. നിങ്ങൾ റെഡിയായി നിന്നോ, നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഓരോരുത്തരടുത്ത് പോയി റെഡിയായി നിന്നോ. അപ്പോൾ ശ്രദ്ധിക്കും, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് ഇപ്പോൾ ഒന്നും എടുക്കുക, ഇപ്പം നിങ്ങളൊന്നും എടുക്കണ്ട, എന്നെ കേൾക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ കൺവെൻഷൻ, കഴിഞ്ഞ 4 വർഷം അല്ലെ കഴിഞ്ഞ 3 വർഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവിക ഇടപെടലുകൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ അതിനെ ഒന്ന് ദൈവമേ നന്ദി പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് വരണം. മനസ്സിലായി? വായിക്കാനൊന്നുമല്ല, പക്ഷേ നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. അതിന് ദൈവം ഈ കൺവെൻഷനിൽ 2021 കൺവെൻഷനിൽ എൻ്റെ കുടുംബത്തെ ദൈവം ഇപ്രകാരം അനുഗ്രഹിച്ചു. അതാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 2-മത്തെ കാര്യം, നിങ്ങൾ നാളെ വരുമ്പോൾ ബൈബിൾ, നോട്ട്ബുക്ക്, പേന കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ടിരുന്ന് മയങ്ങും. ഒരു 3-4 പേരെയൊക്കെ ഞാൻ കണ്ടു ഇന്ന്. നല്ല ഉറക്കം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ ഭാരവും സങ്കടമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ നല്ല ഉറക്കം ഇവിടെ ഇരുന്ന് തീർത്തു. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ അങ്ങനെ ഉറങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കയ്യിലൊന്നും ഇല്ലാതെ വരുന്നതുകൊണ്ടാണ്. കയ്യിലൊരു ബൈബിളും ഒരു നോട്ട്ബുക്കും ഉണ്ടെങ്കിൽ ഇതൊക്കെ തുറക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരും ഉറങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഓർക്കണം, ഇതിപ്പം 4-മത്തെ കൊല്ലമാണ് ഞാൻ വരുന്നത്. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ നോ പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്ത് യേസ് പറയുന്നത്. മനസ്സിലായോ? ഓരോ വർഷം കഴിയും തോറും ശത്രുക്കളുടെ എണ്ണം കുറയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ, ബന്ധമുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ ഒരു നോ പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തൊരു യേസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ അതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. അപ്പോൾ ബൈബിൾ, നോട്ട്ബുക്ക്, പേന ഇത് നിർബന്ധമായിട്ട് കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ വചനം വായിക്കുകയും നോട്ട് എഴുതുകയും ഒക്കെ ചെയ്താൽ, ഇപ്പം ഞാൻ ദാവീദിനെ ദൈവം പ്രിയപ്പെട്ടവനാക്കി മാറ്റിയ ഒരു 5 കാര്യം പറയുകയാണെങ്കിൽ ആ 5 കാര്യം നിങ്ങൾ കുറിച്ച് വെച്ചില്ലേ മറന്നു പോകും.
അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നാളെ വരുമ്പോൾ നാളെ പകൽ സമയത്ത് നിങ്ങൾക്ക് ഈ കൺവെൻഷന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ഒരു വലിയ അവസരം കിട്ടുകയാണ്. ഈ കൺവെൻഷന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അത് ഈ ദേവാലയത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ഈ വചനകൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകളിലിരുന്നും മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഒരു ജപമാലയും ഒരു 3 കരണക്കൊന്തയും ഈ കൺവെൻഷന് വേണ്ടി നിങ്ങൾ ചൊല്ലിയിട്ട് വന്നാൽ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും അത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകടമായൊരു ഇടപെടൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പ്രത്യേകം നിങ്ങൾ മറന്നു പോകാതെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നന്നായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ട് വരണം. നാലാമത്തെ കാര്യം, നിങ്ങൾ ഒരു 10 പേരോട് ദൈവവചനം കേൾക്കാൻ നിങ്ങൾ വരാമോ എന്ന് ചോദിക്കണം. 10 പേരോട് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവരെ പ്രാർത്ഥിച്ചിട്ട് വിളിക്കണം. സെക്കൻഡ് സാറ്റർഡേകളിൽ മൗണ്ട് കാർമലി വന്നിട്ട് ചില അമ്മമാർ പറയും, അച്ഛാ എൻ്റെ മകനെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവൻ നിൽക്കുകയാണ് അച്ഛാ, അവൻ വണ്ടി ഇരിക്കുകയാണ് അച്ഛാ, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും അവനെ ബലം പിടിക്കരുത്, ഇപ്പം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോ, അടുത്ത ശനിയാഴ്ച അവനെ ഇതിനകത്ത് കാണും. അടുത്ത സെക്കൻഡ് സാറ്റർഡേ വന്നിട്ട് പറയും, അച്ഛാ അവൻ പള്ളിയിലുണ്ടച്ചാ, ഇവിടെ നിൽപ്പുണ്ടച്ചാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വിളിക്കുക. നിങ്ങൾ പകൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുക. ദൈവം അവരെ പ്രത്യേകം, നിങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ അവരെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നാളെ സുവിശേഷ വേല ചെയ്യാൻ ഒരു അവസരമുണ്ട്. കൺവെൻഷന് വേണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെ, അത് ദൂരത്തുള്ളവരാണെങ്കിലും അല്പം ത്യാഗം എടുത്തൊക്കെ വരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിളിക്കുക. 4 കാര്യങ്ങൾ മറക്കരുത്. മറക്കുവോ? എന്നാ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഏതാ? ബൈബിൾ, നോട്ട്ബുക്ക്, പേന. അതാണോ ഒന്നാമത് പറഞ്ഞേ? നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ ഈ കൺവെൻഷനിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിക്കൊണ്ട് വരണം. മറന്നില്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ, നോട്ട്ബുക്ക്, പേന ഇവ കൊണ്ടുവരണം. മൂന്നാമത്തെ കാര്യം, കൺവെൻഷന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. നാലാമത്തെ കാര്യം, കൺവെൻഷനിലേക്ക് ആളുകളെ പ്രാർത്ഥിച്ചിട്ട് വിളിക്കണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എഴുന്നേറ്റ് നിൽക്കാം.